dear students, welcome back to National Academy. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള നമ്മുടെ കെമിസ്ട്രിയിലെ 5th ചാപ്റ്റർ ആയിട്ടാണ് ദ ഗ്യാസസ് ആൻഡ് ദ ലിക്വിഡ് സ്റ്റേറ്റ്. നമുക്കറിയാം മാറ്റർ പല ഫോമിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സോളിഡ്സ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ഗ്യാസസ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് രീതിയിൽ ഇവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇതിൽ ഓരോ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ സോളിഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലെ. അതിൽ ഓരോ മോളിക്യൂൾസും വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. പക്ഷെ ലിക്വിഡ് ആകുമ്പോൾ ഒന്നും കൂടെ ലൂസ് ആവും. അതിലുള്ള മോളിക്യൂൾസിന്റെ ആ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ ഒന്നും കൂടെ ലൂസ് ആവും. ഗ്യാസസ് ആണെങ്കിൽ അവർ വളരെ വീക്ക് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ ഉള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഗ്യാസിലുണ്ടാവും. അതായത് റാൻഡം മാനറിലായിരിക്കും ഓരോ മോളിക്യൂൾസും അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷന് നമ്മൾ മെയിൻലി 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും കേസിൽ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് ദ ഡൈപോൾ ഫോഴ്സ്, ആൻഡ് തേർഡ് വൺ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് നമ്മളെ മാറ്ററിനകത്ത് അല്ലെങ്കിൽ സോളിഡ്സിന്റെയോ ലിക്വിഡ്സിന്റെയോ ഗ്യാസിന്റെയോ ഇടയിലുള്ള മോളിക്യൂൾസിന്റെ ഇന്റർ ബിറ്റ്വീനിൽ വരുന്ന ഫോഴ്സുകൾ. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ ഗ്യാസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഗ്യാസിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ തമ്മിലുള്ള റിലേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ലോസ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ദ ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ. ഈ 3 ലോയും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബേ ചെയ്യുന്ന ഗ്യാസസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഗ്യാസസിൽ ഒരുപാട് മോളിക്യൂൾസുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഗ്യാസ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുള്ള ഓരോ ഗ്യാസ് മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷറും ഈ ടോട്ടൽ പ്രഷറും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൾട്ടൺ ഒരു ലോ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ദ ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അത് കഴിഞ്ഞിട്ടാണ് കൈനറ്റിക് തിയറി ഓഫ് എ ഗ്യാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ കൈനറ്റിക് തിയറിയിൽ ഒരുപാട് അസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു അസംഷൻ എന്താണ്, വളരെ റോങ് ആയിട്ടുള്ള ഒരു അസംഷൻ ആയിരുന്നു. അതെന്താണ് പറയുന്നത്, നമ്മുടെ മിക്ക ഐഡിയൽ ഗ്യാസുകളും അവരുടെ ആ ഒരു ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഡീവിയേഷനെ കുറിച്ച് നമ്മളെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പം റോങ് അസംഷൻ ഓഫ് ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഐഡിയൽ ഗ്യാസുകൾ അതിന്റെ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഗ്യാസസിനെ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. റിയൽ ഗ്യാസുകൾ നമുക്ക് അപ്രോപ്രിയേറ്റ് കണ്ടീഷനിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്. ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്, അതായത് വളരെ വീക്കായിട്ടായിരിക്കും ഓരോ മോളിക്യൂൾസും തമ്മിൽ ബോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഏതൊരു ഇതിലും മൂവ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ ഷേപ്പോ പെർട്ടിക്കുലർ വോളിയോ ഒന്നും നമുക്ക് ഗ്യാസിന്റെ കേസിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസസിനെ അപേക്ഷിച്ച് വളരെ ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്കൊരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടാവത്തില്ല, പക്ഷെ ഒരു വോളിയം ഉണ്ടായിരിക്കും അല്ലെ. ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിന്റെ വോളിയം ബേസ് ചെയ്തിട്ട് നമ്മുടെ ലിക്വിഡ്സിന് ഒരു വോളിയം ഉണ്ടായിരിക്കും. അവർ ഇൻകംപ്രസിബിൾ ആയിരിക്കും, നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുന്ന ഏത് ടെമ്പറേച്ചറിനാണോ അതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മെയിൻലി 3 ടോപ്പിക് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. നമ്മുടെ ലിക്വിഡ്സിന് കാണപ്പെടുന്ന മെയിൻ 3 ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ദ സർഫസ് ടെൻഷൻ, കാപ്പിലാരി ആക്ഷൻ ആൻഡ് വിസ്കോസിറ്റി. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ചില സമയത്തൊക്കെ നമ്മുടെ വാട്ടറിന്റെ സർഫസിൽ നമ്മുടെ കൊതുക് വന്നിരിക്കുന്നത് കാണാറുണ്ട് അല്ലെ. അതെന്താണ്, ആ സർഫസ് ടെൻഷൻ മൂലമാണ് കൊതുകിനോട് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ എപ്പോഴും സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ഫെറിക്കൽ ഷേപ്പ് മാത്രം അഡോപ്റ്റ് ചെയ്യുന്നത്, സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലിക്വിഡ്സിന്റെ സർഫസിൽ കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് സർഫസിന്റെ ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡിന്റെ സർഫസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ കാപ്പിലാരിറ്റി. കാപ്പിലാരി ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാരോ വിഡ്ത്ത് ആയിട്ടുള്ള വളരെ ചെറിയൊരു ട്യൂബിനാണ് നമ്മൾ കാപ്പിലാരി ട്യൂബ് എന്ന് പറയുന്നത്. ഈ കാപ്പിലാരി ട്യൂബിലൂടെയുള്ള ലിക്വിഡിന്റെ റൈസിനെ അല്ലെങ്കിൽ ഡിപ്രഷനെയാണ് നമ്മൾ കാപ്പിലാരി റൈസ് അല്ലെങ്കിൽ കാപ്പിലാരി ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടോട്ടൽ പ്രോസസ്സിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ വിസ്കോസിറ്റി.
നമുക്കറിയാം വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തു, ഒരു തുള്ളി തേൻ ഒറ്റിച്ചു കൊടുത്തു. ഏതായിരിക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്? വാട്ടർ ആയിരിക്കും അല്ലെ. തേനിന്റെ ആ ഒരു മൂവ്മെന്റ് വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ ആ ഒരു ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡിന്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് വിസ്കോസിറ്റി കൂടിയതിന് ഫ്ലോ വളരെ കുറവായിരിക്കും. ആ ഒരു ഫ്ലോ റെസിസ്റ്റന്റിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് ലെയേഴ്സിന്റെ ആ ഒരു ഫ്ലോ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മളെ ഹണിയൊക്കെ. വാട്ടർ വളരെ ലെസ് വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡാണ്. ഇത്രയാണ് നമ്മുടെ 5th ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സുകൾ. ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും NOS ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.